Welcome to RN Success Hub. Today we will discuss about few multiple choice questions from child health nursing. So let's start. The question is, the virus does not cause bronchiolitis. Then we have to focus on this is virus, not the bacteria. This is a negative question. That means not them. Means ഏത് ഓർഗാനിസം ആണ് ഇതിന് റീസൺ എന്നല്ല, വട്ട് ഡസ് നോട്ട് കോസ്. അത് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? വൈറസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ട്, ഫസ്റ്റ് വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ വൈറസ്, mycoplasma and influenza. Then before that we should know what are the organism might cause bronchiolitis. Then first the most important is rhinovirus ആണ്. ഇതിൻ്റെ അകത്ത് rhinovirus means RSV virus ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട്. റെസ്പിറേറ്ററി സിൻസൈറ്റൈൽ വൈറസ്, ദെൻ അഡിനോവൈറസ്, റൈനോവൈറസ്, കൊറോണ വൈറസ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ വരുത്തുന്നതാണ് ഫസ്റ്റ്. ഇതാണ് മെയിനായിട്ട് വൈറസ് ഇത്രയാണ് വരുന്നത്. ബാക്ടീരിയ ബോർഡറെല്ല പെർtussis, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, ഇതൊരു ബാക്ടീരിയയാണ്. ക്ലംഡിയ ന്യൂമോണിയ, ഇത്രയും മീൻസ് ഇതൊക്കെയാണ് ബ്രോങ്കിയോലൈറ്റിസിന് കാരണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതിൻ്റെ അകത്ത് മൈക്കോപ്ലാസ്മ ഒരു ബാക്ടീരിയയാണ്. സോ വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. ദെൻ വാട്ട് ആർ ദ തിങ്സ്? ഇൻഫ്ലുവൻസ ആൻഡ് കൊക്സാക്കി വൈറസ്. അപ്പോൾ ഇൻഫ്ലുവൻസ വൈറസും ഇതിന് കാരണമാകും. അപ്പോൾ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. കാരണം ഏത് വൈറസാണ് ഇതിന് കാരണമാകാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. റിട്ടൻഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ പൾമനറി ഇൻസഫിഷ്യൻസി ഈസ് കോൾഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരുന്നത് പൾമനറി ഇൻസഫിഷ്യൻസിയിൽ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ വരുന്നത് അല്ലെ ബോഡിയിൽ വരുന്നത് ഏത് സിറ്റുവേഷനിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചോദിച്ച ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, അസ്ഫക്സിയ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ABGയിലെ പാരാമീറ്റേഴ്സ് ആണ് അസിഡോസിസ്, ആൽക്കലോസിസ്, ഇതെല്ലാം. അപ്പോൾ അതെന്നാന്ന് അറിഞ്ഞാലാണ് നമുക്കിതിന് ആൻസർ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ഇത് ABG ഇതാണ്. ABGയുടെ ഈ പാരാമീറ്ററിനെ ബേസ് ചെയ്താണ് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ pH ആണ് ഇതിൻ്റെ ഏറ്റവും ബേസ് ലൈൻ മെയിൻ ഇൻഡിക്കേറ്റർ. pH നോർമൽ എത്രയാണ്? 7.35 to 7.45 ആണ്. ഇതാണ് അതിൻ്റെ നോർമൽ, 7.35 to 7.45. അപ്പോൾ അതിൽ താഴെയാണെങ്കിൽ അസിഡോസിസും അതിലേക്ക് മുകളിലേക്ക് വന്ന ആൽക്കലോസിസും ആണ്. ഇത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് pH ആണ് അതിൻ്റെ മെയിൻ ഇൻഡിക്കേറ്റർ. PaCO2 പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ 45 mmHg താഴെയാണെങ്കിൽ അസിഡോസിസ്, 35 താഴെയാണെങ്കിൽ കൂടുതലാണെങ്കിൽ ആൽക്കലോസിസ്. അപ്പോൾ ഇതാണ്. ദെൻ ബൈകാർബണേറ്റ് 22 താഴെയാണെങ്കിൽ എന്താണ്? അസിഡോസിസും, 26 കൂടുതലാണെങ്കിൽ ആൽക്കലോസിസും ആണ് വരുന്നത്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അസിഡോസിസ് ആൽക്കലോസിസ് എന്നാന്ന് നോക്കാം. ഫസ്റ്റ് മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. മെറ്റബോളിക് അസിഡോസിസ് ആൻഡ് മെറ്റബോളിക് ആൽക്കലോസിസ് അത് ബോഡിയിലെ ടിഷ്യൂവിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. മെറ്റബോളിക് മീൻസ് അസിഡോസിസും ആൽക്കലോസിസും. അപ്പോൾ അസിഡോസിസ് നമുക്കറിയാം pH താഴേക്ക് പോകും. അപ്പോൾ pH താഴെയായിരിക്കും. ദെൻ ഈ ഹൈഡ്രജൻ അയൺ അസിഡിറ്റിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് ഓക്കെ, pH അനുസരിച്ചാണ് ഹൈഡ്രജൻ അയൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വിട്ടണം. അപ്പോൾ ഈ ഹൈഡ്രജൻ അയണിനെ കുറിച്ച് വിട്ടേരെ, അത് കാരണം അത് pHനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ മെറ്റബോളിക് അസിഡോസിസ് pH താഴെ പോവും. അപ്പോൾ എന്താണ്? അസിഡോസിസ് ബൈകാർബും താഴെ പോവും. അതായത് അസിഡോസിസ്, ഇതാണ് മെറ്റബോളിക് അസിഡോസിസ്. മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്താണ്? pHും കൂടും ബൈകാർബും കൂടും. അപ്പോൾ നമ്മളത് ഓർത്താൽ മതി. അസിഡോസിസിൽ pH കുറയുമ്പം മീൻസ് ബൈകാർബ് കുറയും. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ അകത്ത് എന്താണ് വരുന്നത്? റെസ്പിറേറ്ററി അസിഡോസിസിൽ ഓഫ് കോഴ്സ് pH കുറയും, ആൽക്കലോസിസ് കൂടും. പക്ഷേ ഇതിന് PO2 അസിഡോസിസ് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. PO2 മുകളിലേക്ക് കൂടുന്നതിനെയാണ് നമ്മൾ അസിഡോസിസ് എന്ന് പറയുന്നത്. അതായത് ഇതുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് 45 ഇവിടെ കൊടുത്തേക്കുന്നത്. 45 കൂടി പോയിട്ടുണ്ടെങ്കിലാണ് അസിഡോസിസ് വരുന്നത്. 35-ന് താഴേക്ക്, അതായത് 35, 33 ഇങ്ങനെ വന്നാലാണ് ആൽക്കലോസിസ് വരുന്നത്.
അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസിനകത്ത് PCO2 കൂടും, ആൽക്കലോസിസിൽ കുറയും. അപ്പോൾ ഈ സെക്കൻഡറി എന്ന് എഴുതിയേക്കുന്നത് എന്താണ്? സെക്കൻഡറി മീൻസ് ഈ മെറ്റബോളിക് അസിഡോസിസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വെച്ചിട്ടാണ്. അപ്പം മെറ്റബോളിക് അസിഡോസിസിൻ്റെ അകത്ത് എന്താണ്? ബൈകാർബ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിസ് വെച്ചിട്ടാണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിസിൻ്റെ അകത്ത് എന്താണ്? PCO2 കുറയുവാണ്, അതിവിടെ കുറയും. അപ്പോൾ ഇതെന്താണ്? ന്യൂട്രലൈസ് ചെയ്യും. അസിഡോസിസും ആൽക്കലോസിസും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്തൊരു ബോഡിയുടെ മെക്കാനിസമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? PCO2 കൂടുന്നത് നോക്കട്ടെ. റിറ്റൻഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ PCO2 ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ അതിൻ്റെ അകത്ത് ഏതാണ് നോക്കിയത്? PCO2 ഇൻക്രീസ് ചെയ്യുന്ന എവിടെയാണ്? റെസ്പിറേറ്ററി അസിഡോസിസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി അസിഡോസിസിലാണ് PCO2 ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ആൻസർ. റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ അകത്ത് PCO2 ഇൻക്രീസ് ചെയ്യും. പക്ഷേ മെറ്റബോളിക് അസിഡോസിസിൽ ബൈകാർബ് എന്നെ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഇതിൻ്റെ ആൻസർ. സോ അസ്ഫക്സിയ എന്നാന്ന് ഓർക്കണം. അറ്റ് ദ ബെർത്ത് സമയത്ത് അസ്ഫക്സിയ മീൻസ് റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഈസ് ഗെറ്റിംഗ് വെൻ ടേക്കിംഗ് ബ്രീത്ത്. അതായത് ഓക്സിജനിൽ ലങ്സിലേക്ക് എടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ്. അതിനെ അസ്ഫക്സിയ എന്ന് പറയും. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ അബ്സോർവ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ കുറവാണ്, ബേബി എടുക്കുന്ന ഓക്സിജൻ കുറവാണെങ്കിൽ, ലങ്സിന് എക്സ്ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ അതിന് അസ്ഫക്സിയ എന്ന് പറയും. പക്ഷേ ലങ്സിൽ പ്രോപ്പർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, ബോഡി ടിഷ്യൂ ഓക്സിജനെ അബ്സോർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ടിഷ്യൂവിലേക്ക് ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ അതിനെ ഹൈപ്പോക്സിയ എന്നും പറയും. ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A 6-year-old child is admitted to the hospital with pneumonia. What is the priority need that must be included in the nursing care plan for this child? അതായത് 6-year-old child is admitted to the hospital with pneumonia. അപ്പോൾ ഏജും ഡയഗ്നോസിസും നമ്മൾ നോക്കണം, ഹോസ്പിറ്റലിലാണ്. വാട്ട് ഈസ് ദ പ്രയോറിറ്റി നീഡ്? ഇത് പ്രയോറിറ്റി നീഡ് എന്താണ്? ദാറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ നഴ്സിംഗ് കെയർ പ്ലാൻ. പ്രയോറിറ്റി നീഡാണ് ചോദിക്കുന്നത്. ഇതൊരു പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ പോലെയാണ്. പക്ഷേ എല്ലാം ഇതിൻ്റെ അകത്തുള്ളത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. റെസ്റ്റ്, എക്സസൈസ്, ന്യൂട്രീഷൻ, എലിമിനേഷൻ. ഇതെല്ലാം ബേബിക്ക് ആവശ്യമുള്ളതാണ്. ഒരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓപ്ഷൻസ് എല്ലാം റൈറ്റ് ആയിരിക്കും. അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ അതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എലിമിനേഷൻ ഓഫ് കോഴ്സ് വേണം, അത് പ്രയോറിറ്റി അല്ല. ന്യൂട്രീഷൻ വേണം, അതും പ്രയോറിറ്റി ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് പ്രയോറിറ്റി. ദെൻ എക്സസൈസ് ഓഫ് കോഴ്സ് എക്സസൈസ് മീൻസ് പാസീവ് എക്സസൈസ് ഒക്കെയാണ് 6-year-old ചൈൽഡിന്. പാസീവ് എക്സസൈസ് ദെൻ ബേബി ക്യാൻ വോക്ക്, ഓൾ ദീസ് തിങ്സ് ബേബി ക്യാൻ ഡു, ബട്ട് ആക്റ്റീവ് എക്സസൈസിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും മൂവ്മെൻറ്റ് വേണം. റെസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? 6-year-old ബേബിയുടെ ആസ് പെർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ളൊരു സമയമാണ്. എപ്പോഴും ഓടി നടക്കുന്ന സമയമാണ്. പ്രീ സ്കൂളറിൽ നിന്ന് സ്കൂളറിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ്. സോ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം അവർ ഒരുപാട് ഓടി നടന്നാൽ മെറ്റബോളിസം കൂടും, ന്യൂമോണിയ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബേബിക്ക് റെസ്റ്റാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഉണ്ട്. അതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസ്റ്റാണ്. അടുത്ത എന്താണ്? ആഫ്റ്റർ എ ടോൺസിലെക്ടമി വിച്ച് അസസ്മെൻറ്റ് ഷുഡ് കോസ് ദ നേഴ്സ് ടു സസ്പെക്ട് ഹെമറേജ്? അതായത് ടോൺസിലെക്ടമി കഴിഞ്ഞ ഒരു ബേബി, നമ്മളിപ്പോൾ പീഡിയാട്രിക് ആയതുകൊണ്ടാണ് ഞാൻ ബേബി എന്ന് പറയുന്നത്, ബേബി ഹെമറേജ് ഉണ്ട്, സൈറ്റിൽ നിന്ന് ഹെമറേജ് ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ടോൺസിലെക്ടമി കഴിഞ്ഞുള്ള സയൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ അറിയാം. നോയ്സ് ഈസ് സ്നോറിങ്, അത് ഒരിക്കലും ഹെമറേജ് ആകാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, അല്ലേ തന്നെ നമുക്കത് അതിൻ്റെ ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ദെൻ ഫ്രീക്വൻറ്റ് swallowing, കംപ്ലയിൻസ് ഓഫ് തേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹെമറേജ് എന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി സിവിയർ ഹെമറേജിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നങ്ങനെ വരാം. പക്ഷെ അതൊരിക്കലും ഒരു
ഓപ്ഷനായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. നോയ്സ് സ്നോറിങ് നമുക്ക് അതും ഒരു ഓപ്ഷനായിട്ട് മീൻസ് സൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഹെമറേജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതും പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് വരുന്നത്? ഫ്രീക്വൻറ്റ് സ്വാളോയിങ്. ഫ്രീക്വൻറ്റ് സ്വാളോയിങ് സോളോ ചെയ്യുന്നത് എന്തിനായിരിക്കും? എന്തെങ്കിലും വായിലുള്ളപ്പോഴാണ് സോളോ ചെയ്യുന്നത്. അപ്പം ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സോളോ ചെയ്യുന്നത്. അപ്പം ഫ്രീക്വൻറ്റ് സ്വാളോയിങ് ആണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈൻ. ഫ്രീക്വൻറ്റ് സ്വാളോയിങ് മീൻസ് ദർ സ്റ്റാൻഡ്സ് ഫോർ ഹെമറേജ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ റേഞ്ച് ഓഫ് അബ്ഗാർ സ്കോർ. അബ്ഗാർ ഇതനുസരിച്ച് നമുക്ക് പറയണം. അബ്ഗാർ സ്കോർ എന്തിനാണെന്ന് നമുക്കറിയാം. അറ്റ് ബർത്തിൽ ബേബി ഉണ്ടാകുമ്പോൾ ബേബിയുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് അസസ്മെൻ്റ് ആണ്, ഇനീഷ്യൽ ഏറ്റവും ഏർലി അസസ്മെൻറ്റ് ഓഫ് എ ന്യൂ ബോൺ ബേബി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത്. എന്തിനാണ് അസസ് ചെയ്യുന്നത്? ബേബിക്ക് കൊടുക്കേണ്ട കെയർ പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. അപ്പോൾ അബ്ഗാർ സ്കോറിൻ്റെ സ്കോർ അനുസരിച്ചാണ് ബേബിനെ ഏത് കാറ്റഗറിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നും എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്, എന്ത് മാനേജ്മെൻ്റ് ആണെന്ന് ഡിസൈഡ് ചെയ്യുന്ന അബ്ഗാറാണ്. ഇതൊരു 1958 വെർജീന അബ്ഗാർ എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ അബ്ഗാറിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ സ്കോർ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അബ്ഗാർ എന്നാന്ന് നോക്കാം. അബ്ഗാർ സ്കോറിൻ്റെ അകത്ത് എ സ്റ്റാൻഡ് ഫോർ അപ്പിയറൻസ്, പി പൾസ്, ഗ്രിമൈസ്, എ ആക്ടിവിറ്റി ആൻഡ് റെസ്പിറേഷൻ. ഇത്രയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബേബിയുടെ അപ്പിയറൻസ് ആണ്. അപ്പോൾ അപ്പിയറൻസിന് കംപ്ലീറ്റ് ബ്ലൂ ആണെങ്കിൽ നമ്മൾ 0 കൊടുക്കും. എക്സ്ട്രീമിറ്റീസ് മാത്രം ബ്ലൂ ആണെങ്കിൽ 1 കൊടുക്കും. ബേബി പിങ്ക് ആണെങ്കിൽ നമ്മൾ 2 കൊടുക്കും. അപ്പോൾ ടോട്ടൽ പോയിൻ്റ് എത്ര വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ് വരാൻ ചാൻസ്. 2 അറ്റ് ബർത്തിൽ വരില്ല. അറ്റ്ലീസ്റ്റ് എക്സ്ട്രീമിറ്റീസൊക്കെ എന്നതായിരിക്കും, ഇച്ചിരിച്ച കോൾഡൊക്കെ കാണും. അപ്പോൾ 1 ആണ് യൂഷ്വലി വരുള്ളൂ. കാരണം എക്സ്ട്രീമിറ്റീസ് പിങ്ക് ആകുന്നത് പോസ്റ്റ് ഡെക്റ്റൽ മീൻസ് സർക്കുലേഷനൊക്കെ ആരംഭിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ യൂഷ്വലി അതിന് 1 ആണ്, 2 യൂഷ്വലി കൊടുക്കാറില്ല. പൾസ് മീൻസ് ആബ്സെൻ്റ്, ഒരു പൾസും ഇല്ലെങ്കിൽ അതിന് 0 പോകും. ലെസ് ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ 1, മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ 2. അപ്പോൾ ഇതിന് നമ്മൾ 2 ഒക്കെ യൂഷ്വലി കൊടുക്കാം. ഗ്രിമൈസ് മീൻസ് കൊച്ചിൻ്റെ ആക്ടിവിറ്റിയാണ്, മീൻസ് റിഫ്ലെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ബേബി ഫ്ലോപ്പിയാണ്, നോ റെസ്പോൺസ്. റെസ്പോൺസ് ഇല്ലെങ്കിൽ അതിന് നമ്മൾ 0 കൊടുക്കും. അതായത് സക്ഷനൊക്കെ ചെയ്യും, സക്ഷൻ ട്യൂബൊക്കെ ഇടുമ്പോഴും ഒന്നും കൊച്ച് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് കൊടുക്കും? 0 കൊടുക്കും. ദെൻ മിനിമം റെസ്പോൺസ്, ജസ്റ്റ് ഒരു മൂവ്മെൻറ്റേ ഉള്ളെങ്കിൽ 1. ദെൻ ആക്റ്റീവ് ക്രൈ ആണെങ്കിൽ അതിന് 2 കൊടുക്കാം. ദെൻ ആക്ടിവിറ്റി, നോ മൂവ്മെൻറ്റ്, ഫ്ലാസിഡ്, ഹൈപ്പോട്ടോണിക്. ദെൻ ജസ്റ്റ് ആം ആൻഡ് ലെഗ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്റ്റീവ് ആണെങ്കിൽ നമ്മളതിന് 2 കൊടുക്കും. ദെൻ എന്താണ്? റെസ്പിറേഷൻ. റെസ്പിറേഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ 0. വീക്ക് റെസ്പിറേഷൻ, ജസ്റ്റ് ഇറഗുലർ ആണ്, റെഗുലർ ആയിട്ടല്ല, അതിന് നമ്മൾ 1 കൊടുക്കും. വിഗറസ് റെസ്പിറേഷൻ, അതായത് ക്രൈ ആണ്. ഈ ക്രൈ ആണെങ്കിൽ അതിന് 2 കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ആകെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 9 ഒക്കെ വന്ന് യൂഷ്വലി 9 ഇതാണ് ഇതിന് വന്നേക്കുന്നത് നമുക്ക് കിട്ടിയ സ്കോർ. അപ്പോൾ ഇതനുസരിച്ച് ഓരോ ബേബിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സ്കോർ ചെയ്യണം. അപ്പോൾ ഇതിന് അവർ ചോദിച്ചേക്കുന്നത് എത്രയാണ്? നോർമൽ റേഞ്ച് ഓഫ് അബ്ഗാർ സ്കോർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോർമൽ റേഞ്ച് ഇപ്പോൾ ഓഫ് കോഴ്സ് ഒരു 7നും 10നും ഇടയ്ക്കാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിവിയർ എക്സലൻറ്റ് കണ്ടീഷൻ മീൻസ് 7 to 10. ബേബി ഈസ് എക്സലൻറ്റ് കണ്ടീഷൻ. മോഡറേറ്റ്ലി ഡിപ്രസ്ഡ്, അതായത് ജസ്റ്റ് സ്റ്റിമുലേഷനും ഒരു കുറച്ച് ഓക്സിജനും ഒക്കെ വേണം എന്നാണ്. അതിന് 4 to 6 ആണ്. സിവിയർലി ഡിപ്രസ്ഡ് മീൻസ് 0 to 3. ദാറ്റ് മീൻസ് ബേബി മീൻസ് സർവൈവൽ റേറ്റ് അങ്ങനെയുള്ള ബേബി സിവിയർലി ഡിപ്രസ്ഡ് ആണ്. അതായത് എല്ലാം 0, ആക്ടിവിറ്റി ഇല്ല, ഹാർട്ട് റേറ്റ് ഇല്ല, റെസ്പിറേഷൻ ഇല്ല, ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ നോർമൽ റേഞ്ച് ഓഫ് കോഴ്സ് 7 to 10 ആണ്. ഇങ്ങനെയുള്ള ബേബി മദറിൻ്റെ അടുത്തേക്ക് പോവും. 4 to 5 ആണെങ്കിൽ നഴ്സറിയിൽ, 4 to 5 അല്ല, 6 to 7 ആണെങ്കിൽ നഴ്സറി, ഇത് അവർ കറക്റ്റായിട്ടല്ല, 6 to 7 ആണെങ്കിൽ ജസ്റ്റ് ഒബ്സർവേഷനും, 4 to 5 ആണെങ്കിൽ NICUയിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ കാറ്റഗറൈസേഷൻ. അപ്പോൾ നോർമൽ റേഞ്ച് 7 to 10 ആണ്. ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the most important feature in tracheoesophageal fistula without atresia is. അതായത് ട്രക്കിയോഇസോഫാജിയൽ അട്രീഷ്യ ഉണ്ട്, ഫിസ്റ്റുല ഉണ്ട്. അതായത് ട്രക്കയും ഈസോഫാഗസും തമ്മിൽ ഒരു അബ്നോർമൽ കണക്ഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് അട്രീഷ്യ ഇല്ല, അത് ക്ലോസ്ഡ് എൻഡ് അല്ല. അങ്ങനെയുണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ഫീച്ചർ, മോസ്റ്റ് കോമൺ ആണ്, എല്ലാ ഫീച്ചേഴ്സും കാണും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചർ
ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഈസോഫാഗൽ എട്രീഷ്യ. ഇവിടം ക്ലോസ്ഡ് ആണ്, ഇതുണ്ടോ ക്ലോസ്ഡ് ആണ്. ഫിസ്റ്റുല മീൻസ് ഈസോഫാഗസ് ട്രക്കിയയിലേക്ക് കണക്റ്റഡ് ആണ്. ചില സമയത്ത് ഈസോഫാഗസ് ഇങ്ങനെയും കണക്റ്റഡ് ആകാറുണ്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെയും കണക്റ്റഡ് ആവും, ഇങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്നേച്ച അട്രീഷ്യ പല ടൈപ്പ് ഉണ്ട് ഇത്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് കോമൺ ഫീച്ചർ അബ്ഡോമിനൽ ഡിസ്റ്റൻഷന് ചാൻസ് ഉണ്ടോ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ട്രക്കിയായിട്ട് കണക്റ്റഡ് ആണ്. ബട്ട് അബ്ഡോമിനൽ ഡിസ്റ്റൻസിന് ചാൻസ് ഉള്ളത് ട്രക്കി എന്നുള്ള എയർ കാരണമാണ്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ചാൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് മോസ്റ്റ് കോമൺ. സോ നമുക്കത് ഒന്ന് ചെയ്യാം. ദെൻ ഡയറിയ ഇല്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ റെക്കറൻറ്റ് ആസ്പിരേഷൻ ന്യൂമോണിയ, അതായത് ആസ്പിരേഷൻ ന്യൂമോണിയ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈസോഫാഗസിൽ നമ്മൾ അങ്ങോട്ട് ഫിസ്റ്റുല ആണെങ്കിൽ എന്തെങ്കിലും ഫീഡോ അല്ലെങ്കിൽ ഈവൻ മിൽക്ക് കൊടുത്താൽ അത് ട്രക്കിയിലേക്ക് പോകും. അപ്പോൾ ആസ്പിരേഷൻ ന്യൂമോണിയയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ആസ്പിരേഷൻ ന്യൂമോണിയാണ് ആൻസർ. നെക്സ്റ്റ്, നെയിം ദ മോസ്റ്റ് ഇഫക്റ്റീവ് ഫാക്ടർ ദാറ്റ് ലീഡ് ടു അബ്സോർപ്ഷൻ ഓഫ് ദ ലങ് ഫ്ലൂയിഡ് അറ്റ് ബർത്ത്. ലങ് ഫ്ലൂയിഡ് അറ്റ് ബർത്തിൽ, ഇത് ഒന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഏത് ഫാക്ടറാണ് മോസ്റ്റ്, ഇതൊക്കെ ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നാണ് അതിൻ്റെ പറയുന്നത്. മോസ്റ്റ് ഇഫക്റ്റീവ് ഫാക്ടർ, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. മോസ്റ്റ് ഇഫക്റ്റീവ് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ബേബി ക്രൈ ചെയ്യുന്നു, അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏത് പ്രഷറാണെന്നുള്ളതാണ്. അബ്സോർപ്ഷൻ ഓഫ് ദ ലങ്. ഓപ്ഷൻസ്: പോസിറ്റീവ് പ്രഷർ അറ്റ് ബർത്ത്, ഫസ്റ്റ് ബ്രീത്ത്, അതായത് പോസിറ്റീവ് പ്രഷർ ഓഫ് ഫസ്റ്റ് ബ്രീത്ത്, ഒപ്റ്റിമം ലങ് മച്യൂരിറ്റി, അതൊക്കെ അതിൻ്റെ ഫാക്ടറിൽ പെട്ടതാണ്. പക്ഷേ മോസ്റ്റ് ഇഫക്റ്റ് അല്ല. നെഗറ്റീവ് പ്രഷർ ഓഫ് ഫസ്റ്റ് ബ്രീത്ത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം നമ്മൾ അറിയേണ്ടത് ഇതിലേത് പ്രഷറാണെന്നുള്ളതാണ്. ലങ് മച്യൂരിറ്റി മോസ്റ്റ് ഇഫക്റ്റീവ് ഫാക്ടർ അല്ല. ലങ് മച്യൂരിറ്റി മൈൽഡ് ഒരു 36 വീക്സ് ആണെങ്കിലും ബേബി റെസ്പിറേഷൻ എടുക്കും. ഈവൻ 32 വീക്സ് ആണെങ്കിലും നോ ഇഷ്യൂ. ലങ് മച്യൂരിറ്റി കംപ്ലീറ്റ് ലങ് മച്യൂരിറ്റി വരുന്നത് 38 വീക്സിലാണ്. ഏറ്റവും ലാസ്റ്റ് മച്ചുറാകുന്ന ലങ് ആണ്. സോ ഇതിനകത്ത് പ്രഷർ, പോസിറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് പ്രഷർ നെഗറ്റീവ് പ്രഷർ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നെഗറ്റീവ് പ്രഷർ ഉള്ളിടത്തേക്കാണ് എയർ ചെല്ലുന്നത്. അതായത് നെഗറ്റീവ് പ്രഷറിന് ഒരു വാക്യൂം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു വാക്യൂം നമ്മൾ കൊണ്ടുവച്ചാൽ ആ വാക്യൂം എല്ലാത്തിനും വലിച്ചെടുക്കും. അതായത് വാക്യൂം നത്തിങ് ഈസ് ദെയർ, വാക്യൂം മീൻസ് ഒന്നുമില്ല. അതാണ് നെഗറ്റീവ് പ്രഷർ. അപ്പം വാക്യൂം വെക്കുന്ന പോലെയാണ് നെഗറ്റീവ് പ്രഷർ പോസിറ്റീവ് പ്രഷറിൽ നിന്ന് ഫാസ്റ്റായിട്ട് അബ്സോർവ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ബേബി അറ്റ് ബർത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അറ്റ് ബർത്തിൽ ലങ് ഫിൽഡ് വിത്ത്, ഇവിടെ പിക്ചർ ഉണ്ടെന്ന് തോന്നുന്നു, ലങ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡാണ്. ഇതാണ് ലങ് ടിഷ്യൂസ് അറ്റ് ബർത്തിൽ. അപ്പോൾ ഫസ്റ്റ് ബ്രീത്ത് എടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കൊച്ചു വേഗം കരയുമ്പോൾ ലങ്സ് എന്താണ്, ഡയഫ്രം കൺട്രാക്റ്റ് ചെയ്യും, പിന്നെ പുള്ളി ചെയ്യും, പുറത്തേക്ക് കൺട്രാക്റ്റ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുമല്ലോ. അപ്പോഴത്തേക്ക് അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ദെൻ ഫസ്റ്റ് ബ്രീത്ത് എൻറ്റർ ചെയ്യും. എൻറ്റർ ചെയ്യാൻ കാരണം ഇവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രീത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്ലൂയിഡ് ഓട്ടോമാറ്റിക്കലി പുഷ്ഡ് ഔട്ടായിട്ട് ഈ ആൽവിയോളുടെ എൻഡ് വരെ ചെല്ലും. അത് കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് ഫ്രീക്വൻറ്റ് ബ്രീത്ത് വരുമ്പോഴത്തേക്ക് ഇത് ക്യാപ്പിലറി സർക്കുലേഷനിലേക്ക് അബ്സോർബ് ആകും. അപ്പം ഇതിൻ്റെ അകത്തെ ആൻസർ എന്താണ്? നെഗറ്റീവ് പ്രഷറാണ്. ഈ നെഗറ്റീവ് പ്രഷറൂടെ ഞാൻ പറയാം. -30 to -90 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറാണ്. ഇതാണ് നെഗറ്റീവ് പ്രഷർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് ഫേസ് ഓഫ് കെർനിക്ടറസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. അപ്പോൾ കെർനിക്ടറസ് എന്നാന്ന് നമ്മൾ അറിയണം. കെർനിക്ടറസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിംഗിൾ വേർഡ് ബിലിറൂബിൻ എൻസെഫലോപ്പതി എന്നാണ് പറയുന്നത്. അതായത് ഹൈപ്പർ ബിലിറൂബിനീമിയ, അൺട്രീറ്റഡ് ആയിട്ടുള്ളത്, റാപ്പിഡ്ലി ഇൻക്രീസിങ് ആയിട്ടുള്ളത്. ഹൈപ്പർ ബിലിറൂബിനീമിയ വന്നാൽ ബേബീസിൻ്റെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യും. മീൻസ് ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയയിൽ യെല്ലോ സ്റ്റെയിനിങ് ഓഫ് ബേസൽ ഗാംഗ്ലിയ, അങ്ങനെ വരുന്നതിനെയാണ് ബിലിറൂബിൻ എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. ഒരു ഫെറ്റൽ കണ്ടീഷനാണ്, ഡെത്തിലേക്ക് വരെ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സൈൻസ് എന്തൊക്കെയാണ്? ഇനീഷ്യൽ സൈനാണ് വിഗറസ് ക്രൈ, ഭയങ്കര ആക്റ്റീവൻസ്, ഭയങ്കര വിഗറസ് ആയിട്ട് ക്രൈ ചെയ്യുക, പുവർ ഫീഡിങ്, ഇറിറ്റബിലിറ്റി, ഇതൊക്കെയാണ് ഫസ്റ്റ് സൈൻ. അതിൻ്റെ സെക്കൻഡ് സൈൻ എങ്ങനെയാണ്? ലെഥാർജി, ദെൻ വീക്ക് ക്രൈ,
അപ്നിയ ഇതൊക്കെയാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. തേർഡ് സ്റ്റേജ് വരുന്നത് മസിൽ സ്പാസം കാരണം ആർച്ചിങ് ഓഫ് ദ ബാക്ക് ആൻഡ് നെക്ക്, പിന്നെ എപ്പിലെപ്സി കൺവൽഷൻ, പിന്നെ ഡെത്ത്. ഇതാണ് അതിൻ്റെ സ്റ്റേജായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്നാണ് ഇവർ ചോദിക്കുന്നത്. കെർണിക്ടർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? ഷ്രിൽ ക്രൈ, കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര സൗണ്ടിൽ ക്രൈ ചെയ്യുക. ഒക്ലോജെറിക് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില കണ്ണിങ്ങനെ മുകളിലേക്ക് പോകുന്നതിനെയാണ് ഒക്ലോജെറിക് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കരയുമ്പോൾ കണ്ണ് മുകളിലേക്ക് പോവുക. ഇതാണോ? സീഷർ ഇതിൻ്റെ ലാസ്റ്റാണ്. ലെഥാർജി സെക്കൻഡാണ്. ഇത് ഫസ്റ്റ് ഫേസിലാണ്. ഹൈ പിച്ച്ഡ് ക്രൈ ആണ് ഫസ്റ്റ്. അപ്പം നമ്മളോട് ചോദിക്കുന്നത് ഫസ്റ്റ് ഫേസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ആയതുകൊണ്ട് ആൻസർ 1 ആണ്. സെക്കൻഡ് ഫേസ് ആയിരുന്നെങ്കിൽ ആൻസർ സി ആയേനെ. തേർഡ് ഫേസ് ആയിരുന്നെങ്കിൽ ആൻസർ ബി ആയേനെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളക്ഷൻ ഓഫ് ബ്ലഡ് ഇൻ ബിറ്റ്വീൻ ദ പെരിയോസ്റ്റിയം ആൻഡ് ദ ഫ്ലാറ്റ് ബോൺ ഈസ് കോൾഡ്. അതായത് പെരിയോസ്റ്റിയത്തിനും സ്കൾ ബോണിനും ഇടയ്ക്ക് വരുന്ന കളക്ഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന പേരെന്താണ്? അതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എന്താണ്? സെഫാൽ ഹെമറ്റോമ, കാറ്റ്പിറ്റ് സക്സിഡേനിയം, മൈലോസീൽ. അപ്പോൾ സെഫാൽ ഹെമറ്റോമ എന്നാണെന്നറിയണം, കാറ്റ്പിറ്റ് സക്സിഡേനിയം എന്നാണെന്നറിയണം. മൈലോസീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മൈലോസീൽ എന്ന് പറഞ്ഞാൽ സ്പൈനക്കോഡാണ്. മൈലോസീൽ സ്പൈനക്കോഡ് പ്രൊട്രൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഈ പെരിയോസ്റ്റിയം ബ്രെയിനിലാണെന്നറിയാം. അപ്പോൾ ഇത് തമ്മിൽ ബന്ധമില്ല. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കളയാം. അപ്പോൾ ഇനി നമുക്ക് സെഫാലോ ഹെമറ്റോമയും കാറ്റ്പിറ്റ് സക്സിഡേനിയം എന്നാന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ പിക്ചർ. അപ്പം ഇതാണ് സ്കൾ ബോൺ. ഇത് സ്കൾ ബോണാണ്. സ്കൾ ബോണിൻ്റെ ഇതാണ് പെരിയോസ്റ്റിയം. സ്കൾ ബോണിൻ്റെ പേരാണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. പെരിയോസ്റ്റിയമാണ് ഈ പോകുന്നത്. അപ്പം പെരിയോസ്റ്റിയത്തിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് കളക്ട് ചെയ്തേക്കുന്നല്ലേ അവർ ചോദിച്ചേക്കുന്നത്, പെരിയോസ്റ്റിയത്തിന് സ്കളിനും ഇടയ്ക്ക്. അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ബ്ലഡിന് പറയുന്ന പേരാണ് സെഫാൽ ഹെമറ്റോമ. നമ്മുടെ ആൻസർ സെഫാൽ ഹെമറ്റോമയാണ്. ഇതിൻ്റെ മുകളിലാണ്, പെരിയോസ്റ്റിയത്തിൻ്റെ മുകളിൽ ഒരു സ്കിൻ ലെയർ ഉണ്ട്. ഇതാണ് വെച്ചാൽ ബ്രെയിൻ്റെ സ്കിൻ ലെയർ. അപ്പോൾ സ്കിൻ ലെയറിൻ്റെ അകത്ത് വരുന്ന ഫ്ലൂയിഡ് കളക്ഷന് പറയുന്ന പേരാണ് കാറ്റ്പിറ്റ് സക്സിഡേനിയം. കാറ്റ്പിറ്റാണ്. അതായത് അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, ഇതോടെ അതിൻ്റെ ഒപ്പം പറഞ്ഞു പോകുന്നതാണ്. ഈ കാറ്റ്പിറ്റ് സക്സിഡേനിയം സ്കിന്നിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് എന്താണ്, അത് ഇതിലെല്ലാം വരാം. അതായത് കാറ്റ്പിറ്റ് സക്സിഡേനിയം ഇങ്ങനെ എല്ലാ സൈഡിലും വരാം. ബ്രെയിനിൻ്റെ ബോത്ത് സൈഡിലും കാറ്റ്പിറ്റ് സക്സിഡേനിയം വരാം. പക്ഷേ പെരിയോസ്റ്റിയം കണ്ട ഇവിടെ ഒരു ഇതുള്ളത് കൊണ്ട് ഒന്നുകിൽ ബ്രെയിനിൻ്റെ ഈ സൈഡ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഈ സൈഡ്, അതായത് തലയുടെ ഒരു ഈ സൈഡോ അല്ലെ ആ സൈഡോ വരുള്ളൂ. കാറ്റ്പിറ്റ് എവിടെ വേണേലും വരാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സെഫാൽ ഹെമറ്റോമയാണ് പെരിയോസ്റ്റിയത്തിനും ബോണിനും ഇടയ്ക്ക് വരുന്നത്. കാറ്റ്പിറ്റ് സക്സിഡേനിയം സ്കിന്നിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ആൻസർ ഈസ് എ. നെക്സ്റ്റ്, നോൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ടറി പൾമിനറി റെസ്പിറേഷൻ അറ്റ് ബർത്ത് ഓഫ് എ ന്യൂ ബോൺ ഈസ്. അതായത് പൾമിനറി റെസ്പിറേഷൻ, അതായത് പ്രോപ്പറായിട്ട് ബ്രീത്ത് അറ്റ് ദ ബർത്തിൽ എടുക്കുന്നില്ല, അതായത് ബേബി കരയുന്നില്ല, ഇങ്ങനെ വരുമ്പോൾ അതിന് പറയുന്ന പേരെന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബർത്ത് അസ്ഫെക്സിയ, ഹൈപ്പോക്സിയ, പോസ്റ്റ്നേറ്റൽ അസ്ഫെക്സിയ, ഇതാണ് ക്വസ്റ്റ്യൻസ്. ബർത്ത് അസ്ഫെക്സിയ എന്ന് പറഞ്ഞാൽ അറ്റ് ബർത്തിൽ ലാക്ക് ഓഫ് ഓക്സിജൻ മീൻസ് എയറിലുള്ള ലാക്ക് ഓഫ് ഓക്സിജൻ, അതായത് ബേബി ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഓക്സിജൻ ഇൻ ലങ്സ് ഫോർ എക്സ്ചേഞ്ച്, അതാണ് ബർത്ത് അസ്ഫെക്സിയ, അതായത് അറ്റ് ബർത്തിൽ കിട്ടും. ഹൈപ്പോക്സിയ മീൻസ് ബർത്ത് അസ്ഫെക്സിയയുടെ ആഫ്റ്റർ ഇതാണ് ഹൈപ്പോക്സിയ മീൻസ് റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ടിഷ്യൂസാണ്. പിന്നെ പോസ്റ്റ്നേറ്റൽ അസ്ഫെക്സിയ മീൻസ് കൊച്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതാണ്. പോസ്റ്റ്നേറ്റൽ ഉണ്ടായി അന്നേരം ഉള്ളത് ബർത്ത് അസ്ഫെക്സിയ അല്ല പെരിനേറ്റൽ അസ്ഫെക്സിയ എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്നതാണ് പോസ്റ്റ്നേറ്റൽ അസ്ഫെക്സിയ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂബോൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എസ്പെഷ്യൽ അറ്റ് ബർത്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബർത്തിൽ വരുന്നത് ബർത്ത് അസ്ഫെക്സിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീറ്റൽ ബർത്ത് വെയ്റ്റ് മോർ ദാൻ 4.5 kg, അതായത് 4.5 kg ഈസ് കോൾഡ്. നോർമൽ ഫീറ്റൽ ബർത്ത് വെയ്റ്റ്, നോർമൽ ബേബി വെയ്റ്റ്
2.6 to 3.8 ആയിരുന്നു. അതിപ്പോൾ കുറച്ച് മാറ്റം വന്ന് 2.8 to 4 kg വരെ നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2.8 to 4 kg ആണ്. 2.8 താഴെയുള്ളതാണ് സ്മോൾ ഫോർ ജസ്റ്റേഷൻ ഏജ് ബേബി, 4 താഴെയുള്ളതാണ് ലാർജ് ഫോർ ജസ്റ്റേഷൻ ഏജ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇതിന് പറയുന്ന പേരെന്നാണ്, സിംഗിൾ വേർഡാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പോളിസൈത്തീമിയ, മാക്രോസോമിയ, പോളി ആർത്രിയ. അപ്പോൾ പോളിസൈത്തീമിയ എന്നാന്ന് നമുക്കറിയാം. എന്നതാണ് ഹിമാറ്റോക്രൈറ്റ് 65 കൂടുതലുള്ളതാണ് പോളിസൈത്തീമിയ. അതായത് എച്ച് ബി കൂടുന്നതനുസരിച്ചാണ്. ഇപ്പോൾ HB ഒരു 20 ആണെങ്കിൽ ഹിമാറ്റോക്രൈറ്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഇൻറ്റു 3 ആണ് ഓഫ് കോഴ്സ്. അപ്പോൾ 60 വരും. അപ്പോൾ ഇത് ബേബീസിന് നോർമലാണ്. ബേബീസിൻ്റെ HB ഹൈ ആണ്. 16 to 18 gram per DL ആണ് ബേബീസിൻ്റെ HB. അപ്പോൾ ഒരു കൊച്ചിന് ഒരു 23 ഒക്കെ വരുവാണെങ്കിലാണ് പോളിസൈത്തീമിയ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെ 23, 22 ഒക്കെ പോളിസൈത്തീമിയ എന്ന് പറയും. അതായത് HCT ഹിമാറ്റോക്രൈറ്റ് മോർ ദാൻ 65 വരുന്ന, ഇത് മോർ ദാൻ ആണെന്ന് അറിയത്തില്ല, 65 വരുന്നതിനെയാണ് എന്താണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? മാക്രോസോമിയ മീൻസ് ലാർജ് സൈസ് എന്നാണ്. മാക്രോസോമിയ ലാർജ് സൈസും മൈക്രോസോമിയ സ്മോൾ സൈസുമാണ്. അപ്പോൾ ഇത് ലാർജ് സൈസ് ബേബിയാണ്. അപ്പോൾ എൻ്റെ ആൻസർ B ആണ്. അടുത്തത് പോളി ആർത്രിയ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഓർക്കണം, 5 ജോയിൻസിനും വരുന്ന ഇൻഫ്ലമേഷനാണ് പോളി ആർത്രിയ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓഫ് കോഴ്സ് B ആണ്. നെക്സ്റ്റ്, in which condition the failure of the esophagus to form a continuous passage from the pharynx to stomach is seen? നമ്മളത് കണ്ടതാണ്. എന്ന് മീൻസ് ഇൻ വിച്ച് കണ്ടീഷൻ ദ ഫെയിലർ ഓഫ് ദ ഈസോഫാഗസിന് ടു ഫോം എ കണ്ടിന്യൂസ് പാസേജ് ഫ്രം ദ ഫാരിങ്സ് ടു സ്റ്റൊമക്ക്, കണ്ടിന്യൂസ് പാസേജ് ബ്രേക്ക് ഡൗൺ ആകും. അതെവിടെയായിരിക്കും? ഫിസ്റ്റുലയല്ല, എട്രീഷ്യയിലായിരിക്കും. ഫിസ്റ്റുലയിൽ കണ്ടിന്യൂസ് പാസേജ് ബ്രേക്ക് ഡൗൺ ആവില്ല. ജസ്റ്റ് വേറൊരു ഓർഗനായിട്ട് അല്ലെങ്കിൽ ഒരു കനാൽ ട്യൂബായിട്ട് കണക്റ്റഡ് ആണ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കിയാൽ മതി. ഇതുണ്ടോ, ഈസോഫാഗസിന് കണ്ടിന്യൂസ് ഇല്ലാതെ വരുന്ന എവിടെയാണ്? ഇവിടെ അവർക്ക് ഒരു എട്രീഷ്യ വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ട്രക്കിയോ ഈസോഫാജിയ ഫിസ്റ്റുല അല്ല, ജസ്റ്റ് ഫിസ്റ്റുലയാണ്. ബട്ട് സ്റ്റാർട്ടിങ് ഫ്രം എൻഡ് ദ തിങ്സ് ആർ ദെയർ, ഐ മീൻ ഈസോഫാസ് അവിടെ ഉണ്ട്. അപ്പോൾ അതല്ല ലാറിഞ്ചൽ എട്രീഷ്യയെക്കുറിച്ച് അല്ല ചോദിക്കുന്നത്, ഈസോഫാഗിയൽ എട്രീഷ്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ആൻസർ ഈസോഫാജി എട്രീഷ്യയാണ്. പകുതി വെച്ച് അതിൻ്റെ എന്താണ് അവിടെ ക്ലോസ്ഡ് എൻഡാണ്, കണ്ടിന്യൂഷൻ ഇല്ല. അപ്പോൾ ആൻസർ ഈസ് B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹെർണിയേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻ ഇൻ ടു ദ അംബ്ലിക്കൽ കോഡ് ഈസ് കോൾഡ്. അതായത് അംബ്ലിക്കൽ കോഡിലൂടെ ഹെർണിയേഷൻ വരുന്നത്. ഹെർണിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്രൂഷൻ ഓഫ് ഓർഗൻ ഓർ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഒരു സ്ഥലത്തുനിന്ന് അവൻ്റെ സെയിം പ്ലേസ്, ഐ മീൻ അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ നിന്ന് ഡിസ്പ്ലേസ് ആകുന്നതാണ്. ഏതെങ്കിലും ഒരു അബ്നോർമൽ ഓപ്പണിങ്ങോ വീക്കൻഡ് മസിലിൽ കൂടിയോ, അതാണ് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഓപ്ഷൻസ് ആ ഹൈറ്റസ് ഹെർണിയ, ഇൻഡ്യൂസ് സബ്ഷൻ, ഓംഫാലോസീൽ. ഇതാണ് ഓപ്ഷൻസ്. അപ്പം നമുക്കിത് 3 എന്നാന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഹെർണിയേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻ ടു ദ അംബ്ലിക്കൽ കോഡാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഹൈറ്റസ് ഹെർണിയ എന്നാന്ന് നമുക്കറിയാം. ഇതായത് ഈ ഡയഫ്രം ഇവിടെ വീക്കാണ്. ഡയഫ്രം വീക്ക് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വെച്ചാൽ ബേബിയുടെ സ്റ്റൊമക്കിൻ്റെ ഒരു പാർട്ട് അതിലെ മീൻസ് ഡയഫ്രത്തിലൂടെ ചെസ്റ്റ് ബോളിലേക്ക്, അതായത് അങ്ങോട്ട് പുഷപ്പ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഇത് ഇതിലാണ് ഈസോഫാഗസ് വരുന്ന ഇതുണ്ട്. ഈസോഫാഗസ് വരുന്ന അവിടെയാണ് വീക്കായിരിക്കുന്നത്. അത് ഡയഫ്രത്തിലേക്ക് പുഷപ്പ് ചെയ്യുന്നതിനെയാണ് ഹൈറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻഡസ്റ്റൈനാണ്. അപ്പോൾ ഹൈറ്റസ് ഹെർണിയ അല്ല ആൻസർ. ഇൻഡ്യൂസ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു നോർമൽ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. അതിൻ്റെ അകത്ത് പാർട്ട് ഓഫ് ദി ഇൻഡസ്റ്റൈൻ ഒരെണ്ണത്തിൻ്റെ അകത്തേക്ക് കുറച്ച് കയറിയിരിക്കുന്നതിനെയാണ്. ഇത് സ്മോൾ ബേബീസിൽ വരുന്നതാണ്. 4 വീക്സിലും ഒക്കെ വരുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇൻഡ്യൂസ് റിസപ്ഷൻ അല്ല, ഇൻഡസ്റ്റൈൻ പ്രൊട്രൂഡ് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഓംഫാലോസീലാണ്. അതായത് അംബ്ലിക്കൽ കോഡ് ഇവിടെ വീക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഓർഗൻ, അതായത് ഇൻഡസ്റ്റൈൻ കംപ്ലീറ്റ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു സ്മോൾ കവറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ
ഓംഫാലോസീലാണ്. അതായത് ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് അംബ്ലിക്കൽ കോഡിൽ കൂടെ പുറത്തേക്ക് വരുന്നത് ഓംഫാലോസീലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് സി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈലി മാലിഗ്നൻറ്റ് റീനൽ ട്യൂമർ. അത് നമുക്കറിയാം. ഹൈലി മാലിഗ്നൻറ്റ് റീനൽ ട്യൂമർ ഏതാണ്? നമ്മൾ മീൻസ് നേഴ്സിംഗ് പഠിക്കുമ്പോൾ മുതൽ പഠിക്കുന്നതാണ്. അത് ഏതൊക്കെയായിരിക്കും? നെഫ്രോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ ഓപ്ഷനോട് പഠിച്ചു പോകുന്നതാണെന്നല്ല. കാരണം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഓപ്ഷനെ റിലേറ്റഡ് ഒക്കെ ആണെങ്കിലോ ഇതിലുള്ളത് നെഫ്രോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ എനി ഏജൻറ്റ് ദാറ്റ് മൈറ്റ് കോസ് മീൻസ് ദാറ്റ് മൈറ്റ് ആക്ട് ആസ് എ ടോക്സിൻ ടു ദ കിഡ്നി. അതാണ് നെഫ്രോടോക്സിക്. ചില ഡ്രഗ്സ്, ചില ഫുഡ് മീൻസ് കെമിക്കൽസ്, ഇതെല്ലാം നെഫ്രോടോക്സിക് ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ട്യൂമറാണ്. അപ്പോൾ അതല്ല. നെഫ്രോസൈറ്റോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മീൻസ് അത്ര ഫെമിലിയർ ആയിട്ടുള്ളതല്ല. ഇതവർ നെഫ്രോസൈറ്റോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കിഡ്നിക്ക് വരുന്ന ട്യൂമറാണ്. അടുത്തത് വിൽംസ് ട്യൂമർ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കിഡ്നിയിൽ റീനൽ ബേബീസിന് വരുന്ന ട്യൂമറാണ് വിൽംസ് ട്യൂമർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. ദെൻ ദ നേഴ്സ് എക്സ്പ്ലെയിൻ ടു എ പാരൻറ്റ് group that immunization is important because a complication of mumps is പോസ്റ്റ് പ്യൂബേർട്ടൽ മെയിൽ. അതായത് ഇവർ ചോദിച്ചേക്കുന്നത് പോസ്റ്റ് പ്യൂബേർട്ടൽ മെയിലിൽ മംസ് കൊണ്ടുള്ള, അതായത് മെയിൽ പേഷ്യൻറ്റിന്, അതായത് ബേബി ആയതുകൊണ്ടാണ് പോസ്റ്റ് പ്യൂബേർട്ടൽ അല്ലെങ്കിൽ അഡൽട്ട് എന്ന് വന്നതിന്, മംസ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം ഡിക്രീസ് ആൻഡ്രോജൻ ഇതല്ല, മീൻസ് നമ്മൾ അതുകൊണ്ട് കോംപ്ലിക്കേഷൻ എന്നാ വരുന്നത് നോക്കണം. മംസ് കൊണ്ടുള്ള മെയിൻ കോംപ്ലിക്കേഷനാണ് മെനിഞ്ചൈറ്റിസും ഇൻഫ്ലമേറ്ററി മീൻസ് ഓർക്കൈറ്റിസ് എന്നൊക്കെ പറയും. ടെസ്റ്റിക്കുലാർ ഇൻഫ്ലമേഷനും മെനിഞ്ചൈറ്റിസുമാണ്. അപ്പോൾ ടെസ്റ്റിസിന് ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ട് സ്റ്റെറിലിറ്റിയാണ് വരുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ആൻസർ. അത് മംസ് ഓർക്കൈറ്റിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതാണ് വരുന്നത്. അല്ലാതെ ഡിക്രീസ് ആൻഡ്രോജൻ ഇല്ല, ലിബിഡോ ഇല്ല, ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഇല്ല. ഇൻഫെർട്ടിലിറ്റി, സ്റ്റെറിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ദിസ് ഇസ് എ കോംപ്ലിക്കേഷൻ ഓഫ് മംസ്. മീൻസ് എത്രയാണ്? മെനിഞ്ചൈറ്റിസും പിന്നെ എന്താണ്? ടെസ്റ്റിക്കുലാർ ഇൻഫ്ലമേഷനുമാണ്. ഇത് 1 in million പേഷ്യൻറ്റിലാണ് വരത്തുള്ളൂ, ബേബീസിലേ വരുള്ളൂ. വെരി വെരി റെയർ കണ്ടീഷനാണ്. പക്ഷെ നമുക്ക് പഠിക്കാനൊക്കെ ബുക്കിലുള്ളതാണ്. അപ്പോൾ ആൻസർ എ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഓഫ് ഡൗൺ സിൻഡ്രം ഈസ്. ഡൗൺ സിൻഡ്രത്തിൻ്റെ കോമൺ ന്യൂട്രീഷണൽ പ്രോബ്ലം അത് നമ്മൾ നോക്കിയാൽ മതി. അനോറക്സിയ. ഡൗൺ സിൻഡ്രം ബേബിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം വേണം. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡൗൺ സിൻഡ്രം ബേബിനെ. അവർക്കതിനെക്കുറിച്ച് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. അതാണ് മെയിൻ തിങ്. അനോറക്സിയ അല്ല, ഫുഡ് വേണം. അനീമിയ കാണാറില്ല, കാരണം അവർക്ക് എപ്പോഴും ഫുഡൊക്കെ കഴിച്ചവരായിട്ടാണ് ഇരിക്കുന്നത്. വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല. ഈ ഒബേസിറ്റിയാണ് അതിൻ്റെ ആൻസർ. കാരണം ഒബേസിറ്റി വരാനുള്ള കാരണം എന്നാന്ന് നമ്മൾ അറിയണം. ഈ ഡൗൺ സിൻഡ്രത്തിൽ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടുതലാണ്. ലെപ്റ്റിൻ എന്താണ്? അപ്പറ്റൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നത് കൊണ്ട് ഇവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഹോർമോണിൻ്റെ പേര് ലെപ്റ്റിൻ എന്നാണ്. ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, LEPTIN. ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വിച്ച് കോൺട്രിബ്യൂട്ട് ടു അപ്പറ്റൈറ്റ് റെഗുലേഷൻ. ദാറ്റ് ഹോർമോൺ ഈസ് ഹയർ ഇൻ ഡൗൺ സിൻഡ്രം ബേബീസ്. സോ അപ്പറ്റൈറ്റ് ഈസ് ഹയർ, മീൻസ് കൂടുതലാണ്, ഹയർ ദാൻ ദ നോർമൽ ബേബീസ്. ദെൻ അനദർ തിങ് എന്താണ്? ഡിക്രീസ്ഡ് മെറ്റബോളിസം ആണ്. അവർക്ക് ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ്, മെറ്റബോളിസം കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് ഒബേസിറ്റിക്ക് ചാൻസ് ഉണ്ട്. ദെൻ അൺഫേവറബിൾ ഡയറ്റ് ഒരു റീസൺ ആണ്. അതായത് കഴിക്കുന്നതെല്ലാം ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും സ്വീറ്റ് ആയിട്ടുള്ളതും അങ്ങനെ എല്ലാ ഫുഡും കഴിക്കും. അതൊരെണ്ണമാണ്. പിന്നെ ലോ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. അതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഒബേസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒബേസിറ്റിയാണ്. നെക്സ്റ്റ്, ദ നേഴ്സ് ഈസ് അവെയർ ദാറ്റ് ആൻ അഡീഷണൽ ഡിഫക്റ്റ് അസോസിയേഷൻ വിത്ത് ദ എക്സ്ട്രോപ്പി ഓഫ് ബ്ലാഡർ. അപ്പം എക്സ്ട്രോപ്പി ഓഫ് ബ്ലാഡറിനോട് അഡീഷണൽ ആയിട്ട് വരുന്ന ഡിഫക്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്നാന്ന് നമ്മൾ അറിയണം. അപ്പോൾ എക്സ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രോഫി എക്സ്ട്രാ, പുറത്താണ്, എക്സ്റ്റേണലിലാണ്. ബ്ലാഡർ എവിടെയാണ് ഇരിക്കേണ്ട പ്ലേസ് ചെയ്യുന്ന എക്സ്റ്റേണലിലാണ്. അതാണ് ബ്ലാഡർ. അതെന്താണ്? യൂഷ്വലി ഇൻ യൂട്രോയിൽ അബ്ഡോമിനൽ വാള്
ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് ബ്ലാഡർ ഡെവലപ്പ് ആയാൽ ഈ ബ്ലാഡർ, കാരണം അബ്ഡോമിനൽ വാൾ ഡെവലപ്പ് ആയിട്ടില്ലല്ലോ, ഓപ്പൺ ആണല്ലോ, അപ്പോൾ ഈ ബ്ലാഡർ എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് കയറി വരും. അപ്പോൾ അബ്ഡോമിനൽ വാൾ ഡെവലപ്പ് ആകാൻ വരുമ്പോൾ ഈ ബ്ലാഡർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അബ്ഡോമിനൽ വോൾ അവിടെ ഡെവലപ്പ് ആകില്ല. കാരണം ബേബീനെ നോക്കുമ്പോൾ ലോവർ അബ്ഡോമിനൽ വോളിൻ്റെ അവിടെ ഈ ബ്ലാഡർ കാണാൻ പറ്റും. പിന്നെ അതിനായിട്ട് വരുന്നതിനോടൊപ്പം വരുന്നത് എന്താണ്, പ്യൂബിക് ബോൺ സെപ്പറേറ്റഡ് ആയിരിക്കും. കാരണം ഈ ബ്ലാഡർ കയറി ഇരിക്കുന്നതുകൊണ്ട് പ്യൂബിക് ബോണിന് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. പ്യൂബിക് ബോൺ സെപ്പറേറ്റഡ് ആയിട്ട് ബ്ലാഡർ ഫ്രണ്ടിലേക്ക് മീൻസ് പ്രൊജക്റ്റ് ചെയ്തിരിക്കും, അബ്ഡോമിനൽ വോൾ ക്ലോസ് ആയിട്ടില്ല. ഇതാണ് എസ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറയുന്നത്. ഇത് വെരി റെയർ കണ്ടീഷനാണ്. വെരി റെയർ കണ്ടീഷനാണെന്ന് മാത്രമല്ല, പിന്നെ യൂറിൻ കളക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റിസ്ക്കിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എസ്ട്രോഫി ഓഫ് ബ്ലാഡർ പഠിച്ചു. ആബ്സെൻസ് ഓഫ് കിഡ്നി ഇല്ല, CHD കാർഡിയാക് ഡിസീസ് ഒന്നുമില്ല, ഇംപെർഫെക്റ്റ് ആനസ്, ഇത് GI ആയിട്ട് യാതൊരു ബന്ധമില്ല അവർക്ക്. അപ്പോൾ ഇവിടെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. പ്യൂബിക് ബോൺ മാൽഫോർമേഷൻ, പ്യൂബിക് ബോൺ സെപ്പറേറ്റഡ് ആയിരിക്കും, ഫ്യൂസ് ചെയ്തില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഈ ബ്ലാഡർ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ D ആണ്. Then caring for an infant born with atrophy of bladder, the nurse understand that the infant is at great risk of. ഇത് ഈസിയാണ്. അതായത് ബ്ലാഡർ ഓൾറെഡി ഔട്ട്സൈഡിൽ ഇരിക്കുവാണ്, ബേബിക്ക് എന്നാണ് അവർക്ക് ഭയങ്കര ചാൻസാണ്, വൾനറബിൾ ടു ഇൻഫെക്ഷൻ ആണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പം നമുക്കതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ ചാൻസ് ഇല്ല, യൂറിനറി റിട്ടൻഷൻ, യൂറിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല, പിന്നെ അതൊക്കെ ഒത്തിരി സിവിയർ കണ്ടീഷനിലാണ്, റിട്ടൻഷൻ ഒന്നും അങ്ങനെ അതല്ല അതിൻ്റെ മോസ്റ്റ് നോക്കേണ്ടത്. ഡീഹൈഡ്രേഷൻ അല്ല, ഇൻഫെക്ഷനാണ്, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എക്സ്പോസ്ഡ് ടു ഔട്ട്സൈഡ്, സോ ഇൻഫെക്ഷൻ ഹൈ ചാൻസ് ആണ്. അപ്പോൾ ആൻസർ A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ കോംപ്ലിക്കേഷൻ ഓഫ് ഓക്സിജൻ തെറാപ്പി? അതായത് ഓക്സിജൻ തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. സോ മെനി കോംപ്ലിക്കേഷൻസ് ആർ ദെയർ, ബട്ട് ദേ ആർ ആസ്കിങ് വാട്ട്സ് എ മെയിൻ കോംപ്ലിക്കേഷൻ ഇൻ ബേബീസ്. അഡൽട്ട് അല്ല, അഡൽട്ടിൽ വേറെയാണ്. അപ്പോൾ ബേബീസ്, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹൈപ്പർ വെൻറ്റിലേഷൻ ചാൻസ് ഉണ്ട്, ഹൈപ്പോതെർമിയ ചാൻസേ ഇല്ല, റിട്രോലെൻഡർ ഫൈബ്രോപ്ലാസ്റ്റിയ. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ്റെ അകത്തും നമ്മൾ എന്താണെന്ന് നമ്മൾ നോക്കണം. ഹൈപ്പർ വെൻറ്റിലേഷൻ ഓക്കെ, അതൊരു ചാൻസാണ്, ബട്ട് അഗെയിൻ റിട്രോലെൻഡർ ഫൈബ്രോപ്ലാസ്റ്റിയ എന്താണ്? ഇതിന് റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി എന്ന് പറയും. അതായത് റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി അല്ലെങ്കിൽ റിട്രോലെൻഡർ ഫൈബ്രോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന കോസാണ്. അതായത് പ്രീമച്യൂർ ബേബീസിൻ്റെ റെറ്റിനയുടെ വാസ്കുലറൈസേഷൻ, അതായത് ക്യാപ്പിലറി ബഡ് അല്ലെ ക്യാപ്പിലറി ബഡ്സ്, അത് മച്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ എക്സസ് കൊടുക്കുക, അതോടൊപ്പം ഓക്സിജൻ റെഗുലേറ്റ് ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ ഓക്സിജനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്യാപ്പിലറീസ് റെറ്റിനയിലുണ്ടാകും. റീവാസ്കുലറൈസേഷൻ ആൻഡ് ഡീവാസ്കുലറൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് എക്സ്ട്രാ ക്യാപ്പിലറീസ് ഉണ്ടാകും ടു അക്കോമഡേറ്റ് ദ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അതാണ് അതിൻ്റെ റീസൺ. പെട്ടെന്ന് നമ്മൾ ഓക്സിജൻ നിർത്തി അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ എക്സ്ട്രാ വന്നേക്കുന്ന ക്യാപ്പിലറീസ് എന്താകും, റപ്ചർ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ബ്ലീഡിങ് വരും. ഈ ബ്ലീഡിങ് റെറ്റിനയുടെ മീൻസ് ഐയുടെ അവിടെ പൂളി ചെയ്യുമ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരും. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ ബ്ലൈറ്റ്നസ്സിലേക്ക് വരും. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് പല ഗ്രേഡ് അനുസരിച്ചാണ്. ഒരു സൈഡിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് വരും, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 വരെയുണ്ട്. 1ഉം 2ഉം ഗ്ലാസ് വെച്ച്, ഭയങ്കര തിക്ക് ഗ്ലാസ്സൊക്കെ വെച്ച് ബേബീസ് നടക്കുന്നുണ്ടല്ലേ, ഗ്ലാസ് വെച്ച് മീൻസ് ട്രീറ്റ് ചെയ്യാം. 3 മീൻസ് 2ഉം to 3ഉം തന്നെ സർജറി ചെയ്ത് കുറച്ചൊക്കെ ചെയ്യാം. 4 കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ കോംപ്ലിക്കേഷൻ റിട്രോലെൻഡർ ഫൈബ്രോപ്ലാസ്റ്റിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ മോസ്റ്റ് ഓഫ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു, അതിൻ്റെ റാഷണൽ വെച്ച് പറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ടൈം എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതെ പോയാൽ അതിനെക്കുറിച്ച് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആൻസർ എഴുതില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.